السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനമേറിയ മഹത്വമുള്ള ദിവസങ്ങളിലാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് മഹത്വം പറയപ്പെട്ട ദിവസമാണ്. അഅ്മാലു സ്വാലിഹകളെ കൊണ്ട് മുഅ്മിനീങ്ങൾ വ്യാപൃതരാകേണ്ട ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ, ഒരു മുഅ്മിൻ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങൾ അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതായത് മുഅ്മിനുകൾ അമൽ ചെയ്യുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ഈ 10 ദിവസങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലയാലിൻ അശ്ർ എന്നതിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി, അതേപോലെ തബറാനി ഇവർക്ക് വിശദീകരണം നൽകിയിട്ടുള്ളത്, ഇത് അഹ്ലുൽ ഇൽം ഇജ്മാ ആയ കാര്യമാണ്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം, അയ്യാമു അശ്ർ ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രി മിൻ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളെക്കാൾ മഹത്വമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്, പോരിശ നൽകപ്പെട്ടതാണ്. അതായത് റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസത്തിലെ പകലിനേക്കാൾ മഹത്വമുണ്ട് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ പകലുകൾക്ക്. വലയാലി അൽ അശ്ർ അൽ അവാഖിർ മിൻ റമളാൻ, എന്നാൽ റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രി അഫ്ളലു മിൻ ലയാലി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ രാത്രിയേക്കാൾ മഹത്വമുണ്ട് റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികൾക്ക്. അതായത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ പകലുകൾക്കാണ് പ്രാധാന്യം, എന്നാൽ റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രിക്കാണ് പ്രാധാന്യം അള്ളാഹുവിൻ്റെ അടുക്കൽ. ആ പോരിശ നൽകപ്പെട്ട ദിവസങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അള്ളാഹു ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയതിൽ നമ്മൾ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കണം. രണ്ടാമതായി ആ ദിവസം നമ്മൾ ചില അമാലുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അമലു സാലിഹുകൾ ചെയ്ത് ധന്യമാക്കേണ്ട ദിവസങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്രമം എന്നുള്ളത് ഹജ്ജാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട എല്ലാ ഹാജിമാർക്കും അവരുടെ ഹജ്ജ് പരിപൂർണ രൂപത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുന്ന രൂപത്തിൽ അമാലുകൾ പൂർത്തിയാക്കി ആരോഗ്യത്തോടെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. വരും വർഷങ്ങളിൽ നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകതയായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്തുകൾ സമ്മേളിക്കുന്ന ദിവസമാണിത്. ഈ 10 ദിവസത്തിലല്ലാതെ മറ്റൊരു ദിവസത്തിൽ ഈ അമാലുകൾ കാണാൻ നമുക്ക് സാധ്യമല്ല. ഈ മാസത്തിൽ ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, മറ്റുള്ള സൽക്രമങ്ങളും ഉണ്ട്. അതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത. ഹജ്ജിന്റെ ദിവസമാണിത്. ഇതല്ലാത്ത മറ്റു മാസങ്ങളിലോ ദിവസങ്ങളിലോ ഈ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, പ്രധാനപ്പെട്ട ഇബാദത്തുകൾ സമ്മേളിക്കുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണ് ഈ ദിവസത്തിന്റെ ചില പ്രത്യേകതകൾ. അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ട അമല് ഹജ്ജാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട അമല് സിയാം യൗമി അറഫ, പ്രത്യേകിച്ചും അറഫ ദിവസത്തിലുള്ള നോമ്പ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മളും നമ്മുടെ മക്കളെയും കുടുംബക്കാരെയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അറഫ ദിവസത്തിൻ്റെ നോമ്പിനെ സംബന്ധിച്ച്. അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ
അതേപോലെ മറ്റുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫ ദിവസത്തെ നോമ്പ് യുകഫിറു സനതല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. അറഫ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാൾ വലിയൊരു ഓഫർ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ല. പാപങ്ങൾ ചെയ്യാത്തതായി ആരുമില്ല, പാപങ്ങൾ സംഭവിക്കാത്തതായി ആരുമില്ല. നമ്മളാരും മലക്കുകളോ മാസൂമീങ്ങളായ പ്രവാചകന്മാരോ അല്ല, മറിച്ച് തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാവുന്ന രൂപത്തിലുള്ള മനുഷ്യരാണ്, ദുർബലന്മാരായ മനുഷ്യരാണ്. ആ മനുഷ്യർക്കുള്ള അവസരമാണ് അറഫ നോമ്പ്. ആ ഒറ്റ നോമ്പിലൂടെ 2 വർഷത്തെ പാപക്കറകൾ മായ്ച്ചു കളയാൻ, കഴുകി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും മക്കളെയും നമ്മൾ ഈ നോമ്പിന് പ്രോത്സാഹിപ്പിക്കുകയും അവന് പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതാണ് രണ്ടാമത്തെ അമല്. മൂന്നാമത്തെ അമലായി നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് ദിക്റുകളും തസ്ബീഹാത്തുകളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, ഫഅക്സിറു ഫീഹിന്ന, നിങ്ങൾ ഈ ദിവസങ്ങൾ അധികരിപ്പിക്കുക, അത്തസ്ബീഹ വത്തഹ്മീദ്, തക്ബീർ, തക്ബീറും തഹ്മീദും തസ്ബീഹുകളൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമ്മുടെ നാവിനെ ഈ തസ്ബീഹാത്തുകളും ദിക്റുകളും തഹ്മീദും കൊണ്ട് നമ്മൾ വ്യാപൃതമാക്കുക. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, ഈ തസ്ബീഹാത്തുകളെ കൊണ്ടും തക്ബീറാത്തുകളെ കൊണ്ടും തഹ്മീദാത്തുകളെ കൊണ്ടും നമ്മുടെ നാവിനെ പ്രത്യേകിച്ചും ഈ 10 ദിവസങ്ങളിൽ നമ്മൾ വ്യാപൃതരാക്കുക. കഴിവിൻ്റെ പരമാവധി ഈ തസ്ബീഹാത്തുകളും ദിക്റുകളും നമ്മൾ അധികരിപ്പിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വദ്കുർ സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു തഅ്വീൽ ഇജ്മാ ആണ് ഇവിടെ അയ്യാമു മഅലൂമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തക്ബീർ അധികരിപ്പിക്കുക. അത് സുന്നത്താണ്. സലഫുകൾ അവർ അങ്ങാടിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒച്ചത്തിൽ തക്ബീർ പറയുമായിരുന്നു. ജനങ്ങൾ അവരുടെ തക്ബീർ കേട്ടിട്ട് അവരും തക്ബീർ പറയുമായിരുന്നു. ഇത് അല്ലാഹുവിൻ്റെ ശിആറിനെ അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉച്ചത്തിൽ തക്ബീറാത്തുകൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഈ ദിവസങ്ങളിൽ. നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു അമല് അത്തൗബത്തു വകത്റത്തുൽ ഇസ്തിഗ്ഫാർ, തൗബയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം, അറഫ ദിവസത്തെ ദുആ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറഫ ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിശാലമായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ അതിവിശാലമായ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കാണിച്ചു കൊള്ളുക. തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനുമുള്ള ദിവസങ്ങളാണിത്. പ്രത്യേകിച്ച് യൗമു അറഫ, അറഫ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ ഇസ്തിഗ്ഫാറിലും തൗബയിലും ദിക്റിലും തസ്ബീഹാത്തുകളും ഖിറാഅത്തുൽ ഖുർആനിലുമായി മുഅ്മിനീങ്ങൾ സമയം ചെലവഴിക്കുക. അതിനുള്ള അവസരമാണ് ഈ 10 ദിവസങ്ങൾ. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അവസരം നഷ്ടപ്പെട്ട് ഖേദിക്കുന്നതിനേക്കാൾ നല്ലത് അവസരം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ തൗബയിലും ഇസ്തിഗ്ഫാറിലുമായി കഴിച്ചു കൂട്ടുക. അഞ്ചാമതായി ഈ ദിവസങ്ങൾ ചെയ്യേണ്ട ഒരു അമല് ഉൾഹിയ്യത്താണ്. ഉൾഹിയ്യത്ത് സുന്നത്ത് മുഅക്കദ. ചില പണ്ഡിതന്മാർ വാജിബാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കഴിവുള്ളവരൊക്കെ ഉൾഹിയ്യത്ത് എന്ന പുണ്യകർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകുക. ഒറ്റക്കറക്കാൻ പറ്റുന്നവർ അങ്ങനെ, സംഘമായി അറക്കാൻ പറ്റുന്നവർ അങ്ങനെ, ഉൾഹിയ്യത്ത് എന്ന മഹത്തായ കർമ്മത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുക. സാമ്പത്തികമായ ശേഷിയുള്ളവർ അടുത്ത വർഷത്തേക്ക് വെക്കാതെ കഴിവിൻ്റെ പരമാവധി ഈ വർഷം തന്നെ ആ പുണ്യകർമ്മത്തിലേക്ക് നമ്മൾ പങ്കാളികളാകുക. ഉൾഹിയ്യത്ത് അറക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അവര് ഏറ്റവും നല്ല മൃഗത്തെ അള്ളാഹു കൊടുക്കുന്നത് അത് ഏറ്റവും നല്ലതായിരിക്കണം. ഏറ്റവും നല്ല മൃഗത്തെ എത്ര പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും അത്രയും പൈസ കൊടുത്ത് നല്ല മൃഗത്തെ വാങ്ങി അറക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ഈ ദിവസങ്ങളിൽ നിയമമാക്കി സുന്നത്താക്കപ്പെട്ട ഒരു അമലാണ് തക്ബീറാത്ത്. തക്ബീർ അധികരിപ്പിക്കുക. തക്ബീർ 2 രൂപത്തിലാണ്. ഒന്ന് മുത്തലഖും, 2 മുഖയ്യദും. മുത്തലഖ് എന്ന് പറഞ്ഞാൽ
ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ നമുക്ക് എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യൻ ഉദിച്ചത് മുതൽ രാവിലെ മുതൽ അയ്യാമു തശ്രീഖിന്റെ അസർ വരെ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കുക. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. കണ്ണിൻ്റെ ഇമവെട്ടുന്ന സ്പീഡിൽ ദിവസങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകും. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഉള്ള സമയങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യകരമായ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.